എല്ലാവർക്കും ഒരു ഹായ്. ഇന്നാണ് പോകുന്നത് ടോം റൈഡർ കിങ്ങിൻ്റെ എപ്പിസോഡ് 2 ഓക്കെ. എപ്പിസോഡിന്റെ ആദ്യം തന്നെ പാർക്ക് എന്ന ഗുണ്ട അടിക്കാൻ സോഡ് കൊണ്ടുവന്നു. എന്നാൽ അയാൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടന്നത്. നിഷ്പ്രയാസം അയാളെ അടിച്ചിരുത്തി ആ സോഡ് കഴുത്തിൽ വെച്ചിട്ട് അത് പിന്നെ എടുത്തു. ഇത് ഞാൻ എടുക്കുക, അതെന്റെ നൈഫാ, അതിന് അവൻ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പിന്നെ റെലിക്കിന്റെ പവർ എടുത്തിട്ട് അപ്പോൾ അവൻ ആരുടെയാണോ നോക്കുന്നത് അവരുടെ എല്ലാം സ്കെലിട്ടൺ പോലും ഒരു സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. സ്പീഡിന് വന്ന് അവർ കണ്ണ് തുറന്ന് നോക്കുന്നതിന് മുൻപ് അവരെ പരിക്കേൽപ്പിച്ചിരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല ഇവെങ്ങനെ പെട്ടെന്ന് വന്നേ എന്നൊക്കെ. എന്നാൽ അവരാരെയും കൊല്ലുന്നില്ല, കാരണം അവന് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. ഇനിയും വേണോ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പാർക്ക് അവന്റെ ഓൾഡർ സിസ്റ്ററിനെ വിളിച്ചിട്ട് നടന്നത് പറയുകയാണ്. അവർ 4-5 പേരുണ്ടായിട്ട് പറ്റിയിരുന്നു. ആ മുൻപത്തെ പോലെയല്ല, കണ്ണ് വരെ നിറം മാറിയിട്ടുണ്ട്. എന്തൊക്കെ എടുത്തു തന്നെ അവന്റെ അക്കൗണ്ടിലെ മുഴുവൻ പൈസയും, അതുപോലെ ആ ബുദ്ധ സ്റ്റാച്ചു. അത് കേട്ടാണ് അവർ ഷോക്കായി. നീ എന്തെങ്കിലും ചെയ്ത ആ സ്റ്റാച്ചു അത് തിരിച്ചു കൊണ്ട് വന്നേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് അവൻ നടന്നു പോകുക. ആ ബുദ്ധ സ്റ്റാച്ചു അതൊരു കടയിൽ കൊടുത്തപ്പോൾ 5000 രൂപ പോലും ഇല്ല അവരുടെ പൈസ. പിന്നെ എന്തിനാണ് അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി തോന്നി എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അവന്റെ സ്പൈസ് സ്കില്ല് ആക്ടിവേറ്റ് അതിനുള്ളിൽ എന്തുണ്ട് എന്ന് പറയുന്നത് പോലെ അവന് മാച്ച് കളഞ്ഞിട്ട് നൈഫ് വെച്ച് 2 തട്ട് അകത്ത് നിന്ന് ഒരു മയക്കുമരുന്നിന്റെ കുപ്പി അത് എഴുതുന്നു. അപ്പോ ഇതാണല്ലേ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. കൂടെ കിമ്മിനെ വിളിച്ച് പറയുന്നുണ്ട്. ആ ഓൾഡർ സിസ്റ്റർ അവര് ആരെ വിളിച്ച് സോറി എന്റെ ഭാഗത്താണ് തെറ്റ്, ഉറപ്പ് എത്തിക്കാം എന്നൊക്കെ പറയേ. ആരാ വരുന്നത് സംസാരിക്കുന്നുണ്ടല്ലേ ആരുടെ എന്ന് പറയുമ്പോൾ ആ പാർക്കിനെ കൊണ്ട് വന്നതായിരുന്നു കിം. കൂടെ ഉള്ളവരും ഉണ്ട്. അവർക്ക് വിളിച്ചൊരു ഇൻഫർമേഷൻ കിട്ടി, ഇവിടെ മയക്കുമരുന്ന് പൈസയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ലീഗലായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലാതെ ഒന്നും സെല്ല് ചെയ്യാറോ അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും ആ കുപ്പി അത് കാണിച്ചു കൊടുത്തത് നിങ്ങളുടെ വെയർ ഹൗസ് അവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞു വരുന്നേ. അവർക്ക് എങ്ങനെ വെയർ ഹൗസ് മനസ്സിലായി? പാസ്വേഡൊക്കെ ഇട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, അതിനുള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോഴേക്കും ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു. തുറന്നോക്കി ആ ഡ്രഗ്സും പണവും എല്ലാം അവിടെ തന്നെ ഉണ്ട്, തൂക്കി എന്ന പോലെ. അതെങ്ങനെ അവർക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അവരും അങ്ങനെ അറസ്റ്റ് ചെയ്തു. നിൽക്ക് എന്നാ ഒരു ഫോൺ കോൾ എന്ന് പറഞ്ഞ് കൊടുക്കുക, അത് ജൂഹിയാണെന്ന് സംസാരിക്കുന്നത്. പാസ്വേഡ് മാറ്റിയാലും ഓർഡർ മാറ്റിയാലും കേട്ടോ എന്ന് പറഞ്ഞ് എൻജോയ് പ്രസൻ. അവരുടെ സൗണ്ട് കേട്ടിട്ട് നീയോ ഞാൻ ജയിലിൽ നിന്ന് വന്നാൽ നിന്നെ ഉറപ്പായും തീർക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതിനുശേഷം അവ അങ്ങനെ പോയ കിമ്മിന്റെ മെസ്സേജ് 1 മില്യൺ യുവാൻ അങ്ങനെ എന്തോന്ന് അവ ഉടനെ കിട്ടും, സേവ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നാളെ മുതൽ ടോം റൈഡ് ചെയ്യാം, ആദ്യം വീട്ടിൽ പോകും എന്ന് പറഞ്ഞ് പോകെ അവന് ഷോക്ക്. കാരണം അവൻ അപ്പാർട്ട്മെന്റിന്റെ അവിടെ തന്നെ ഒരു ടോംബ് ഉണ്ടായിരിക്കുന്നു. ഗുഡോ ബാഡ് ലക്കോ. അടുത്തേക്ക് പോകുമ്പോൾ ഒരുപാട് പേർക്ക് അതെന്താണെന്ന് പോലും അറിയില്ല. ഗവൺമെന്റ് മനസ്സിലാക്കി വരുന്നത് അതിനു മുമ്പേ അതിനുള്ളിൽ നിന്ന് ആ സാധനം എടുക്കണം എന്ന് ലിൻഡ വാൾക്കർ എന്നൊരു പെണ്ണും ആരോടെ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുകയാണ് ഒരുത്തനടുത്ത് വരുന്നേ. റിപ്പബ്ലിക് ബെൻഡ് എന്ന കൊറിയൻ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന റോയി കെൻഷി അവർ സംസാരിക്കുന്നുണ്ട്. അതിന് റോയി കെൻഷി ഒരു യൂസകാരി എന്നോട് ചോദിക്കുന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലായത് ഇതൊരു CIA മറ്റൊന്ന് റിപ്പബ്ലിക് ബെൻഡും ആണെന്നാണ്. എക്സബിഷൻ ടീമാണ്. എന്നാൽ അവർ അത് കൊട്ടിച്ചാവത്തേക്ക് പോകാനാണ് പറഞ്ഞൊരു പരിധിയിലൂടെ മനസ്സിലായേ. എന്നാൽ ആ ടോംബ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അവർക്കറിയില്ല. കാരണം അവർക്ക് ആ ടോംബ് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഇത് ഇവിടെ അറിയാവുന്ന ആരുമില്ല. അതാണ് എനിക്ക് ഉപകാരം. ഇത് അപ്പോഴാണ് അവനൊന്ന് കാണുന്നത് റെലിക്ക് ക്ലബ്സ്. അതൊരുപാട് ഏൻഷ്യന്റ് ലെറ്റേഴ്സ് ആണ്. അത് റെലിക്കുമായിട്ട് കണക്റ്റ് ആണ്. അതിലൂടെ പോയി അകത്തേക്ക് പോകാൻ പറ്റും. അത് മനസ്സിലാക്കിയ എവിടെയാണ് എൻട്രൻസും ട്രാപ്പും എന്ന് അറിയാൻ പറ്റും. അതെല്ലാം മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അവനത് നോക്കുന്നു. ഒരു സ്കില്ലല്ലോ കൈ ക്രാഫ്റ്റോഗ്രാഫറാ. അങ്ങനെ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ആ ക്രൗ തന്നെയാണ് കാരണം. അവനത് കണ്ടുപിടിച്ച് ആ നൈഫ് വെച്ച് ഒറ്റ വിട്ട് അതോടെ അവിടെ ഒരു എൻട്രൻസ് ഓപ്പൺ ആവുകയാണ്. ഒരു വലിയ ലൈറ്റ് ആ ബീം ആകാശത്തേക്ക് പോയി. അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ വന്നിട്ട് എൻട്രൻസ് ഓപ്പൺ ആയിന്നാ തോന്നുന്നേ. അവരത് കേട്ടിട്ട് എന്ത് എൻട്രൻസ് ഓപ്പൺ ആയിരുന്നു കേട്ടപാടെ റോയിൻസി ഓടുന്നു അവളം പിറകെ. പിന്നെ അതിനുള്ളിലേക്ക് ചാടി. അതേസമയം മുൻപ് വരുത്താൻ പോയിരുന്നു. അവനൊരു ലൈറ്റർ വെച്ച് ആ എഴുതിയത് ഫോളോ ചെയ്ത് പോവുകയാണ്. അവനൊരു കുളത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പോണ്ടിന്റെ അടുത്ത് എത്തിയിരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ ആ സോഡ് അതാ കുളത്തിലിട്ടു. അപ്പോഴുണ്ട് അവിടെ മുഴുവൻ ഷേക്കാവുന്നു. ഒരു ആള് എന്നെ കാണാൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്നേക്ക് പാവം അവന്റെ ട്രഷർ വെള്ളത്തിൽ വീണു. എവിടെ നോക്കുക ഇവിടെ നമുക്ക് കാണാൻ വയ്യേ. അവന്റെ അടുത്തേക്ക് വന്നിട്ട് വായ തുറന്ന് ഇതിൽ ഏതാ നീ ഇട്ടത് എന്ന് പറഞ്ഞ് ഗോൾഡൻ സിൽവർ കളറിലുള്ള ആക്സ് അത് കാണിച്ച് അവന് മനസ്സിലായി ഇത് ഗോൾഡ് സിൽവർ റെലിക്കാണ്. ഹെർമൻസ് ആൻഡ് വുഡ് കട്ടർ എന്നൊരു ഫേമസ് സ്റ്റോറി ഉണ്ട്. അതെന്താണെന്ന് ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പല സ്ഥലത്തും പല രീതിയിലാണെന്നുള്ളത്. അതായത് ഒരു മരം മുറിക്കാൻ പോയ ഒരാളുടെ ആക്സ് അത് കുളത്തിൽ വീണ അപ്പോൾ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. ഒരു സിൽവറും ഗോൾഡ് കളറിലുള്ള ആക്സ് ആണ്. ഇത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ സത്യസന്ധനായതുകൊണ്ട് തന്നെ അത് രണ്ടും അല്ലെന്ന് പറയുന്നു. അയാളുടെ സത്യസന്ധത ഹോണസ്റ്റ് കണ്ടിട്ട് യഥാർത്ഥ ആക്സ് അത് കൊടുത്തു. അതുപോലെ ആ 2 ആക്സും കൊടുത്തു. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. എന്നാൽ അവൻ ഇവിടെ സ്റ്റോറി ചേഞ്ച് ആക്കാൻ പോകുന്നു എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ആ 2 അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആ 2 എടുത്ത ആ 2 ആക്സ് എന്ന റിവാർഡ് മാത്രമേ അവന് കിട്ടൂ. എന്നാൽ അവന് വേണ്ടത് റെലിക്കാണ്. അവന്റെ ഹോണസ്റ്റ് കണ്ടിട്ട് ഇതാണ് നിന്റെ സാധനം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവനുണ്ട് ഇത് എന്റെ ആണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. കാരണം അതെടുത്ത ഓൾറെഡി ആ ഒരു ചാൻസ് കഴിയും. ആ സ്നേഹ അതിനെന്താ എന്ന് പറയുക ഒറ്റ വീട്ട് നീ എന്താ കാണിക്കുന്നത് എന്നതിന് ഞാൻ സമ്മതിക്കണം.
നീ പറഞ്ഞത് എനിക്ക് കിട്ടുന്നു ഒരു ഗ്യാരണ്ടി ഇല്ല, നിനക്കെങ്ങനെ മനസ്സിലായി എന്നതിന് US-ലും ഇതുപോലൊന്നും നടന്നു എന്ന് അതൊരു സീരിയൽ കില്ലറാക്കി അവിടെയുള്ള മാധ്യമങ്ങളെടുത്തു. അവർക്കറിയില്ല. ആ സ്നേഹം പിന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവസാനം കുത്തിയിറങ്ങി, നീ എനിക്കുള്ളതാ, മര്യാദയ്ക്ക് തന്നേക്ക്, ഇങ്ങനെയൊക്കെ നീ കാണിച്ച ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് എന്ന് പറയേ, ഞാൻ നിന്നെയൊക്കെ ഡൊമിനൻസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പവർ എടുക്കുകയാണ്. അത് എപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെന്ന് ഇടിക്കുന്നുണ്ട്. അവന് അഫിനിറ്റിയിൽ, അതായത് വിശ്വാസം വെച്ച് ആ റെലിക്ക് സ്വന്തമാക്കുക, രണ്ടാമത്തേത് ഡൊമിനൻസ് ഫോഴ്സ്ഫുള്ളി ആ റെലിക്ക് സ്വന്തമാക്കുക. അവൻ അതാണ് തിരഞ്ഞെടുത്തത്. ഒരു റെലിക്ക് മാസ്റ്ററും തമ്മിലുള്ള ബോണ്ട് ലൈക്ക് ഒരു മ്യൂസീഷ്യനും ഇൻസ്ട്രുമെന്റലും തമ്മിലുള്ളത് പോലെ അത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പുറത്തു പോയി എന്നെ വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ പറയുന്നത് നീ കേൾക്കില്ല, ആ റെലിക്ക് തരുന്നു, നിന്നെ ഇല്ലാതാക്കണം. അവസാനം അവൻ ഡൊമിനൻസ് ചെയ്ത് ആ സ്നേഹിനെ പയ്യെ പയ്യെ ഇല്ലാതാക്കാൻ തുടങ്ങി. അവസാനം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അതോടെ അവൻ ആ 2 ആക്ഷൻ കിട്ടി. അതായത് റെലിക്ക് നോർമലി കിട്ടിയിരുന്നെങ്കിൽ അതിൽ പവറൊന്നും കാണില്ലായിരുന്നു. അങ്ങനെ അവനത് തിരഞ്ഞെടുത്തു. അവന് പുതിയ ടൈറ്റിലും കിട്ടി, ടോം സർവൈവർ. ടോം എക്സവേഷൻ എഫ്രാങ്ക് എന്ന സ്കില്ല് കിട്ടി. അതായത് കൂടുതൽ ടോമിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഡൊമിനൻസ് ഇൻക്രീസ് ആയി, അഫിനിറ്റി കുറയുകയും ചെയ്തു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒബേ അല്ലെങ്കിൽ ട്രസ്റ്റ്. എടാ കാക്ക, നീ എന്നെ കളിയാക്കണം, കാരണം അബ്യൂസർ എന്ന വാക്കാണ് അതിലുള്ളത്. അപ്പോഴാണ് ഒരു സൗണ്ട്, അവൻ മാറി. അപ്പോൾ ആ 2 പേര് വന്നിരുന്നു. ആ കുളം കണ്ട് ഇതത് നീ എന്ന് പറഞ്ഞിട്ട് ഒന്നിട്ടു. എന്നാ ആ മണ്ടൻ നീ ലേറ്റായടാ എന്ന് പറഞ്ഞ അവൻ പോയി. അവനും നോക്കിയിട്ട് ഒന്നും വരുന്നില്ല. ആ പെണ്ണ് എന്താടാ കാണിക്കുന്നത്, ഇതെന്താ വർക്കാവാതെ എന്ന്. അപ്പോഴേക്കും സംഭവം വർക്കായി. അവിടെ മുഴുവൻ ഇടിയാനായിട്ട് തുടങ്ങി. അവരവിടെ നിന്ന് പിടച്ചടിച്ച് ഓടുകയാണ്. അത് കഴിഞ്ഞ് ആ പാർക്ക്, ഓൾഡർ സിസ്റ്ററിന്റെ ആ ബിൽഡിങ്ങിൽ അവര് എല്ലാം കൊണ്ടുപോയില്ലോ, ഇനി അവർക്ക് ബിസിനസ് ചെയ്യാൻ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അതിൽ അവരുടെ ഇപ്പൊ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നവൻ, എന്റെ കയ്യിൽ അവനെ കിട്ടിയിരുന്നെങ്കിൽ ഇടിച്ച് പൊളിച്ചനെ, അവരുടെ മുൻപിൽ ഷോ കാണിച്ചെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവൻ തന്നെ വിളിക്കുന്നത്. അത് കണ്ടവിടെ പേടിച്ചോ. അപ്പോഴാണ് ഇടിക്കാൻ പോണ്. കുറച്ചേരം ആലോചിച്ചിട്ട് എടുക്കുന്നു. എന്താടാ നിനക്കൊക്കെ ചാവണം, അതിന് ഷോ സം റെസ്പെക്ട് മാൻ. അവനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം റോയിഗൻ ഷോയി അവന്റെ അടുത്ത് അവന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ള ആൾക്കാർ അടുത്ത റെലിക്കോ ഉണ്ടാകാൻ പോകുന്ന ഇൻഫർമേഷൻ പറയുന്നു. ഇനിയും റെലിക്കോ, അവന് അത് കേട്ട അതിശയം. അത് എവിടെയാണ് എന്ന് ഏകദേശം മനസ്സിലാക്കി പറയുന്നുണ്ട്. ഒരു ജാപ്പനീസ് പയ്യൻ നിന്നേക്കാൾ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. എന്ത്, അതെന്താ നിങ്ങൾ മുൻപേ പറയായിരുന്നേ? പിന്നെ ആ ആള് പറയുന്നത്, നിനക്ക് ഫ്യൂച്ചർ ഗൈഡ് റെലിക്കുന്ന യൂസറിനെ പറ്റി അറിയാലോ, ആ പെണ്ണ് അത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അതാരാണെന്ന് ആ ഫ്യൂച്ചർ ഗൈഡ് റെലിക്കിന്റെ അതെന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാകുന്നുണ്ട്. ആ പെണ്ണ് വഴിയാണ് ആ റെലിക്ക് അടുത്ത് എവിടെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ നീ ആ ജാപ്പനീസുകാരൻ്റെ നിന്ന് കെയർഫുൾ ആവണം. എന്തിന്, അവ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം മൈഡാസ് എന്ന ഒരു വേൾഡ് ലാർജസ്റ്റ് സീക്രട്ട് ഓഷൻ, അത് ലോസ് വാഗോസ്, അവിടെയാണ് നടത്താൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ജാക്ക് കൈമൺ, JK എന്നറിയപ്പെടുന്ന ആളെയും കുറിച്ചും കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരുടെ രീതിയിൽ പറയുകയാണ്, പണം എത്ര വേണം തരാം, നിന്റെ ചോയ്സാണ്, പിന്നെ നിന്റെ ഓക്കെ അവസാനം അതിലാണുള്ളത്. അതിനുശേഷം അവർ റെഡിയായി അടുത്ത ടോംബ് റൈഡ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി. അവിടെ ന്യൂസ് ഓടുന്നുണ്ട്, അടുത്ത ആള് ഡെഡായി, 4-മത്തെ ആളാണ് നടന്ന് സൂയിസൈഡാണ് എന്ന ജൂഹ്യോന് അവന് അറിയാം ഇതേപോലെ തന്നെയാണ് അന്ന് നടന്നത്. അപ്പോഴേക്കും ഒരുത്തം വന്നിടിക്കുന്നത് അത് റോയിഗൻ ഷോയി ആയിരുന്നു. അയാൾ സോറി പറയുമ്പോൾ ആ ടോംബിൽ കണ്ടത് ഇയാളല്ലേ, ഇവിടെ വന്നിട്ടുണ്ടേ, അടുത്ത ടോംബ് വരാൻ പോകുന്നു ഇയാൾക്കും അറിയാം. അയാളുടെ കയ്യിൽ അയാൾ പോലും അറിയാത്ത ഒരു റെലിക്കുണ്ട് എന്ന മണ്ട, അത് ഹൈഡ് പോലും ചെയ്യാൻ അറിയാത്ത ഒരുത്തെ. അത് എനിക്കുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞു പോയി. അയാൾ പിറകെ വന്നു. അപ്പോഴുണ്ട് അവന്റെ കയ്യിലുള്ള ആൽക്കഹോൾ ഡ്രിങ്ക്സ് അത് വെച്ച് അയാളുടെ മുഖത്താക്കി. എന്നിട്ട് സോറി പറയുന്നു. നീ എന്റെ ഡ്രസ്സ് കാണിച്ചു, എന്ത് കോസ്റ്റ്ലി ആണെന്ന് അറിയാമോ? അവന് തുടക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് നൈസായിട്ട് ആ റെലിക്ക് എടുത്തോണ്ട് പോവുകയാണ്. എടുക്കുകയാണ്. എന്നിട്ട് തറയിൽ കിടന്ന ബാഡ്ജ് എടുത്തു കൊടുത്തു. നീ ID കാർഡ് കണ്ടു എന്ന് മനസ്സിലായി, എന്റെ സീക്രട്ട് അവന് മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ മുഴുവൻ ഷേക്കാൻ തുടങ്ങി. അവര് രണ്ടു നോക്കി ആകാശം മൊത്തം ഇരുണ്ട്. അവിടെ മുഴുവൻ ഷേക്കായി. ബിങ്കോ, അത് വരാൻ പോകുന്നു. അവിടെ ഉള്ള ഒരു പാനിക്കായിട്ട് നിൽക്കുകയാണ്. അവൻ അവിടെ നിന്ന് പോയി. അപ്പോഴാണ് റോയ് ഗൻഷിക്ക് ഒരു കോള് വരുന്നത് ഓർഗനൈസേഷൻ എന്നാണ്. എന്താടാ കാണിക്കുന്നത്, ആ ജാപ്പനീസ് പയ്യൻ നിന്റെ അടുത്ത് മീറ്റ് ചെയ്യുമെന്നാണ് കാണിച്ചത്. അവനവിടെ വന്നിട്ടുണ്ട്, അതിനു വേണ്ടിയാകും. അപ്പോഴാണ് അവന് മനസ്സിലായി തൊട്ട് മുമ്പ് അത് അതേ ആളാണെന്ന്. അപ്പോൾ അവൻ്റെ അവിടെ ദേഷ്യം കാണിച്ച് നിൽക്കുന്നു. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.